നമസ്കാരം. ഓരോ ദിവസവും നിങ്ങൾ വിലയിരുത്തേണ്ടത് നിങ്ങൾ വിതച്ച വിത്തിനെക്കുറിച്ചാണ്, അല്ലാതെ നിങ്ങൾ കൊയ്തെടുത്ത വിളവിനെക്കുറിച്ചാകരുത്. നോവൽ രചയിതാവും കവിയും സഞ്ചാര സാഹിത്യകാരൻ ആയ സ്കോട്ട്ലൻഡുകാരൻ റോബർട്ട് ലൂയി സ്റ്റീവൻസിൻ്റേതാണ് ഈ നിരീക്ഷണം. വിതച്ചതേ കൊയ്യൂ എന്ന് മലയാളത്തിലൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലേ? ഗുണമേന്മയുള്ള വിത്ത് വിതച്ചാൽ 100 മേനി കൊയ്യാമെന്നും നല്ല തൈകൾ നട്ടാൽ മികച്ച കായ്ഫലം കിട്ടുമെന്നും ഒക്കെ ഇതിനെ അർത്ഥമാക്കാം. മനുഷ്യരുടെ ജീവിതവും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഒരു കുട്ടി ജനിക്കുന്നത് അതവനായാലും അവളായാലും മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാം വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. അതിൻ്റെ കൊഞ്ചലും അതിൻ്റെ ചിരിയും പിച്ച വെക്കുന്നതും കൊഞ്ചി വർത്താനം പറയുന്നതും എല്ലാം നമ്മൾ ആസ്വദിക്കാറുണ്ട്. മക്കളെ നന്നായി വളർത്താൻ സാധിച്ചാൽ അതാണ് പിന്നീട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വലിയ ആളാക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളത്? എന്നാൽ വിദ്യാഭ്യാസത്തിനോടൊപ്പം നല്ല സ്വഭാവ രൂപീകരണത്തിലാണ് മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് തോന്നുന്നില്ലേ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നല്ല വിദ്യാഭ്യാസം ലഭിച്ചവരിലും ഉന്നത വിദ്യാഭ്യാസം നേടിയവരിലും സ്വഭാവശുദ്ധി ഇല്ലാത്തവരെ കാണുന്നില്ലേ? ഇന്ന് വിദ്യാലയങ്ങളിൽ ചില കുട്ടികൾ നടത്തുന്ന കിരാതമായ റാഗിങ്ങും അധ്യാപകരെയും മുതിർന്നവരെയും ബഹുമാനിക്കാത്തതും ലഹരികൾക്ക് അടിമകളാകുന്നതും എത്ര വേദനാജനകമാണ്. ഇത്തരം കുട്ടികൾ വളർന്നു വരുമ്പോൾ സമൂഹത്തിന് വലിയ ഭീഷണിയായി അവർ മാറുന്നു. ഇവരെ ഓർത്ത് മാതാപിതാക്കൾ എത്രമാത്രം വേദനിക്കും. ഈ കുട്ടികൾ ഭാവിയിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അവർക്ക് ദോഷകരമേ മാറും. നല്ല ചിന്തകളാണ് നല്ല പ്രവൃത്തികൾക്ക് ആധാരം. നല്ല ചിന്തകൾ ഉണ്ടാകണം, വിവേകവും വകതിരിവും ഉണ്ടാവണം. നല്ല പ്രവൃത്തികൾക്ക് നല്ല പ്രതിഫലം ഉണ്ടാവും. പ്രവൃത്തി മോശമായാൽ എല്ലാം മോശമാവും. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം എന്നാണല്ലോ നിയമം. വിതച്ചതിനെക്കുറിച്ച് ഓർമ്മിച്ച് കൊയ്തെടുക്കുന്ന വിളവിലെ നെല്ലും പതിരും തിരിച്ചറിയുക. ശുഭദിനം.